KPSGA മെഗാ ക്യൂസ് പാർട്ട് 3. 2024 ഏഷ്യ കപ്പിന് ആതിഥേയം വഹിക്കുന്ന രാജ്യമേത്? ഉത്തരം ശ്രീലങ്ക. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം MG റാനഡെ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് 2024 ജനുവരി 26 ആഘോഷിക്കുന്നത്? ഉത്തരം 75. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ എഴുതിയതാര്? ഉത്തരം നിരഞ്ജന. നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനമേത്? ഉത്തരം കേരളം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ഉത്തരം സരോജിനി നായിഡു. ബഹിഷ്കൃത് ഭാരത് എന്ന മറാത്തി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ നാട്ടുരാജ്യം? ഉത്തരം കോട്ടയം മലബാർ. നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ 3-ാം ടീമിൽ ഇന്ത്യയുടെ ധനമന്ത്രി? ഉത്തരം നിർമ്മല സീതാരാമൻ. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ മേൽനോട്ടത്തിൽ സ്ത്രീകൾക്കായി ആരംഭിക്കുന്ന ക്ലബ്ബ്? ഉത്തരം അവളിടം. നിയമലംഘനം ആരംഭിച്ച സത്യാഗ്രഹം? ഉത്തരം ഉപ്പു സത്യാഗ്രഹം 1930. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഓൺലൈൻ മൾട്ടി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ A23യുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ വ്യക്തി? ഉത്തരം ഷാറുഖ് ഖാൻ. എത്രാമത്തെ ദാദാ സാഹിബ് പുരസ്കാര ജേതാവാണ് രജനീകാന്ത്? ഉത്തരം 51. കുതിരാൻ തുരങ്കത്തിൻ്റെ നീളം? ഉത്തരം ലെഫ്റ്റ് സൈഡ് 955 മീറ്റർ, റൈറ്റ് സൈഡ് 944 മീറ്റർ. രാജ്യത്ത് ആദ്യമായി തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻറ്റർ സ്ഥാപിക്കപ്പെടുന്നത്? ഉത്തരം വിഴിഞ്ഞത്ത്. ഡൽഹിയിൽ നിർമ്മാണം നടത്തിവരുന്ന ഇന്ത്യൻ ആർമിയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര്? താൽ സേനാ ഭവൻ. കേരളത്തിലെ 2ാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയായി മാറിയത്? ഉത്തരം കോട്ടയം. ശ്രീ പെരുമ്പുത്തൂരിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം രാജീവ് ഗാന്ധി. വിഴിഞ്ഞം തുറമുഖത്ത് മെക്സിക്കൻ്റെ സാൻ ഫെർണാണ്ടോ കപ്പൽ എത്തിയത് എന്ന്? ഉത്തരം 2024 ജൂലൈ 11. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 9. ഗാന്ധിജി വിവർത്തനം ചെയ്ത പുസ്തകം? അൺഡു ദ ലാസ്റ്റ്. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്തുന്നത്? ഉത്തരം ചെങ്കോട്ടയിൽ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയായി മാറിയത്? ഉത്തരം തൃശ്ശൂർ. ഇന്ത്യയിൽ നിരോധിച്ച ഗെയിമിംഗ് ആപ്പ്? ഉത്തരം ഫ്രീ ഫയർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറൽ? ഉത്തരം C രാജഗോപാലാചാരി. കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു? ഉത്തരം പയ്യന്നൂർ.
വിശാഖപട്ടണത്ത് നിർമ്മാണത്തിന് തറക്കല്ലിട്ട മിസൈൽ പാർക്ക്. ഉത്തരം അഗ്നിപ്രസ്ഥ. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിക്കാനുള്ളതല്ല, നിങ്ങൾ സമരം ചെയ്ത് നേടിയെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ നേതാവ് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം? ഉത്തരം 1885 ഡിസംബറിൽ. ചരിത്രത്തിൽ ആദ്യമായി വനിതാ ജഡ്ജിമാർ മാത്രമടങ്ങുന്ന ബെഞ്ച് സിറ്റിംഗ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി? ഉത്തരം കേരള ഹൈക്കോടതി. തൊട്ടുകൂടായ്മയ്ക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരം? ഉത്തരം വൈക്കം സത്യാഗ്രഹം. ഉപ്പ് എന്തിൻ്റെ പ്രതീകമാണെന്നാണ് ഗാന്ധിജി പറയുന്നത്? ഉത്തരം ശക്തിയുടെ. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം പിംഗലി വെങ്കയ്യ. കൊച്ചി വാട്ടർ മെട്രോയുടെ ആദ്യത്തെ ബോട്ട്? ഉത്തരം മുസിരീസ്. ലോഞ്ച്ഡ് ഇൻ ഡിസംബർ 2021. ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? ഉത്തരം ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ എൻ്റെ ജഡം കടലിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കാണും. മഹാത്മാഗാന്ധി ജനിച്ച വർഷമേത്? ഉത്തരം 1869 ഒക്ടോബർ 2. ഗാന്ധിജിയുടെ കൂടെ ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ഉത്തരം കാന്തിലാൽ. പ്രായം 18 വയസ്സ്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയുടെ വരവ് അറിയിച്ചുകൊണ്ട് ഉച്ചഭാഷിണിയുമായി മുന്നിൽ നടന്ന സംഘത്തിന് നേതൃത്വം കൊടുത്തത് ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരായിരുന്നു? ഉത്തരം ഗാന്ധിജി. 61 വയസ്സായിരുന്നു. കെ തായട്ടിൻ്റെ യഥാർത്ഥ പേര്? ഉത്തരം കുഞ്ഞനന്ദൻ. ഏപ്രിൽ 6 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ 1930 ദേശീയ ദുഃഖാചരണ വാരമായി ആചരിക്കാറുണ്ടായിരുന്നു. എന്തിനായിരുന്നു ദുഃഖാചരണ വാരമായി ആചരിച്ചത്? ഉത്തരം ജാലിയൻ വാലാബാഗിലെ ക്രൂരമായ നരഹത്യയെ അനുസ്മരിച്ചുകൊണ്ടാണ്. അജേയതയുടെ പ്രതീകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഉത്തരം നാം ചങ്ങല പൊട്ടിച്ച കഥകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. പാർട്ട് 1ഉം 2ഉം ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ കാണുക.